ഞാൻ പാണനല്ല, പറയനല്ല, പുലയനല്ല, നീ തമ്പുരാനുമല്ല, ആണേലൊരു മയിരുമില്ല. ഈലം എന്നത് ശ്രീലങ്കയിലെ തമിഴ് ജനതയ്ക്ക് വേണ്ടി അവകാശപ്പെട്ടിരുന്ന സ്വതന്ത്ര രാഷ്ട്രത്തിനുള്ള ഒരു ആശയമായിരുന്നു. ഈ തമിഴ് ഈലത്തിൽ നിന്നുള്ള പലരുടെയും ചരിത്രത്തെക്കുറിച്ച് വായിക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്ന് വരുന്ന കണ്ണുനീർ വേദനയേക്കാൾ ഹൃദയത്തിലെ വേദനയായിരിക്കും അധികം. ഒരു ദിവസമെങ്കിലും അവരെ പോലെ ജീവിക്കണം എന്ന് പലരും ആഗ്രഹിച്ചു പോകും. അതങ്ങനെ തന്നെ ആയിരിക്കും. ഈലത്തിൽ നിന്ന് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവരുടെ ആത്മവിശ്വാസം മറ്റൊരു തലത്തിലായിരിക്കും. അവരുടെ ആ ചോദ്യം ചോദിക്കാനുള്ള കഴിവ്, ശത്രുക്കളോടുള്ള നിർഭയമായ മനോഭാവം, പ്രതിഷേധിക്കാനുള്ള കഴിവ്, ഇവയെല്ലാം ഈലത്തിലെ തമിഴ് ജനതകളിൽ അന്തർലീനീയമായിരിക്കും. അങ്ങനെ ഒരു യുദ്ധസമയത്ത് ഈലത്തിൽ നിന്നും എങ്ങനെയെങ്കിലും ഒരു ധീരനായ മകനെ പ്രസവിച്ചു വളർത്തണം എന്നാഗ്രഹിച്ച ഒരമ്മ ഊട്ടിയിലേക്ക് അഭയാർത്ഥിയായി വരുന്നു. അവിടെ തന്നെ കേരളത്തിലുള്ള മുരളി എന്ന പേരുള്ള യുവാവും ഇവിടെ പോകുന്നു. രണ്ടുപേരും കണ്ടുമുട്ടുന്നു, വിവാഹിതരാകുന്നു, കേരളത്തിൽ തന്നെ സ്ഥിര താമസമാക്കുന്നു. എറണാകുളത്തെ സ്വർഗഭൂമി എന്ന സ്ഥലത്തായിരുന്നു ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങിയത്. 10-15 കുടുംബം മാത്രം താമസിക്കുന്ന ആ ഒരു ഏരിയയിൽ അടിസ്ഥാന സൗകര്യം വളരെ വളരെ കുറവായിരുന്നു. സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള നല്ലൊരു ഇൻഫ്രാസ്ട്രക്ചർ ഇന്നുവരെയും അവിടെ ഡെവലപ്പ് ആയിട്ടില്ല. അവിടെ 1995 മുരളിക്കും ഭാര്യയ്ക്കും ഒരു കുഞ്ഞ് ജനിക്കുന്നു. ഹിരൺദാസ് മുരളി എന്നാണ് അവന് പേര് നൽകിയത്. എന്നാൽ ഒരു കാലഘട്ടം കൊണ്ട് അവൻ നേടിയെടുത്ത മറ്റൊരു പേരുണ്ട്. അത് നിങ്ങൾക്കറിയണ്ടേ? വേടൻ. വേടൻ എന്നൊക്കെ പറയുമ്പോൾ തമിഴ്നാട്ടിലായാലും കേരളത്തിലായാലും ഈ പട്ടികവർഗക്കാരെ സാധാരണ വേടൻ എന്നാണ് വിളിക്കുന്നത്. വേട്ടയാടി ഭക്ഷിക്കുന്ന, വേട്ടയാടുന്നത് തൊഴിലായി സ്വീകരിച്ചിട്ടുള്ളവരെ വേടന്മാർ എന്നൊക്കെ വിളിക്കും. അതുകൊണ്ട് തന്നെ ഹിരൺദാസ് മുരളിയെ അവന്റെ സുഹൃത്തുക്കൾ വിളിച്ചത് വേടൻ എന്നായിരുന്നു. ആ ഒരു പേര് തനിക്ക് വന്നതിൽ ഒരുപാട് വിഷമം തോന്നിയ ഒരു സമയം ഉണ്ടായിരുന്നു. എന്നാൽ ഇതാണ് എൻ്റെ ഐഡന്റിറ്റി, ഈ ഐഡന്റിറ്റിയിൽ നിന്ന് തന്നെ ഞാൻ ഉയരുമെന്ന് കാണിച്ചു കൊടുത്തുകൊണ്ട് അവനൊരു അസാധാരണ മനുഷ്യനായി വളർന്നു. ഇത് വേടന്റെ 1ാം ഭാഗമാണ്. വേടനെ കുറിച്ച് എവിടെ നിന്ന് വായിച്ച് എവിടെ അവസാനിപ്പിക്കണം എന്നൊന്നും അറിയില്ല. എങ്കിലും അദ്ദേഹം എഴുതിയ പാട്ടുകൾ, ആ വരികളിൽ ഒരുപാട് സത്യമുണ്ട്. കപട ദേശവാദി, നാട്ടിൽ മത ജാതി വ്യാധി, തലവനില്ല ആദി, നാട് ചുറ്റിടാൻ നിന്റെ നികുതി. അത് നമുക്ക് പൂർണ്ണ ഹൃദയത്തോടു കൂടി തന്നെ വിശ്വസിക്കാനും സാധിക്കും. ഇതൊരു വിവാദ വിഷയമാണെന്നറിയാം, പക്ഷേ സത്യം തുറന്നു പറയേണ്ടത് അത്യാവശ്യം തന്നെയല്ലേ? വിവാദ വിഷയമാണെന്ന് ഞാൻ പറഞ്ഞു. അതെ, അദ്ദേഹം വ്യാജ ദേശീയതയുടെ മുഖംമൂടി തകർക്കുന്ന ഒരാളായിരുന്നു. ജാതിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് അവകാശപ്പെടുന്ന ആളുകളുടെ ശരീരത്തിലും ഹൃദയത്തിലും മുഖത്തുമൊക്കെ വേടൻ തന്റെ പാട്ടിലെ വരികളിലൂടെ കാർക്കിച്ച് തുപ്പുകയായിരുന്നു. അടുത്തത് ക്ലാസ്. അത് പണത്തിലായാലും സ്ഥാനത്തിൽ, അധികാരത്തിൽ എന്തുമായിക്കൊള്ളട്ടെ, ഇവിടങ്ങളിലുള്ള ഈ അസമത്വങ്ങളെയെല്ലാം തകർത്തെറിഞ്ഞു. ഞാൻ കറുത്തവനാണെന്ന് എല്ലാവരും പറയുന്നു, അതിനിപ്പോ എന്താ? അങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ ഒരു മനോഭാവം. കറുത്തവൻ ആരാണ്, എന്താണ്, എന്തിനു വേണ്ടിയാണ്, ഇങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്ന രീതിയിലുള്ള ഗാനങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അങ്ങനെയുള്ള വേടനെ അറസ്റ്റ് ചെയ്യുന്നു. അതെ, ഞാൻ മയക്കുമരുന്നിന് അടിമയായിരുന്നു, ഇപ്പോഴും അങ്ങനെയാണ്. പക്ഷെ ഞാനത് മാറ്റും. അതെ, 2 പെൺകുട്ടികളോട് മോശമായി പെരുമാറിയിട്ടുണ്ട്. അവസാനമായി അതെ, എനിക്ക് ഇതൊരു സമ്മാനമായി കിട്ടിയ ലോക്കറ്റാണ്. ഇങ്ങനെ പല പ്രശ്നങ്ങൾ. ഇങ്ങനെ 3 തവണ വേടൻ വിവാദത്തിൽപ്പെട്ടു. 4ാം തവണയും ഇനിയൊരു വിവാദത്തിൽ അകപ്പെടുമോ എന്ന് പലരും പ്രതീക്ഷിക്കുന്നുണ്ട്. വേടന്റെ ഈ ഒരു ശബ്ദം, വോയിസ് ഓഫ് വോയിസ്ലെസ്, ഈ ഒരു ശബ്ദത്തെ തടയാൻ പലരും ഒത്തുചേരുമ്പോൾ ആ ശബ്ദം വീണ്ടും ഉയരണമെന്നുള്ളത് നമ്മൾ ഉറപ്പാക്കേണ്ടതാണ്. വേടൻ ഒരു സാധാരണ മനുഷ്യൻ അല്ല. 1995 ജനിച്ച വേടൻ 12ാം ക്ലാസ് പൂർത്തിയാക്കിയ ശേഷം പഠിക്കാൻ കഴിയാത്തതിനാലാണോ അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം മൂലമോ കുടുംബം നോക്കാൻ അവൻ ജോലിക്ക് പോകാൻ തുടങ്ങി. അങ്ങനെ അവനൊരു കൂലി തൊഴിലാളിയായി മാറി. അങ്ങനെ അച്ഛനായ മുരളിയിൽ നിന്നായിരുന്നു ഈ പാട്ടിന്റെ ആദ്യ വരികളെല്ലാം. അച്ഛൻ മദ്യപിച്ചു കൊണ്ടുവന്ന് മൂളുന്ന ചില പാട്ടുകൾ അല്ലെങ്കിൽ സംസാരിക്കുന്ന രീതി, ഇവയിൽ നിന്നെല്ലാം വേടൻ തനിക്കുള്ളിലെ ഒരു കലാകാരനെ മനസ്സിലാക്കി. ഈ കലയാണ് താൻ ഈ നിലയിലേക്ക് വളരാൻ കാരണമെന്നും അദ്ദേഹം പറയുന്നു. അതെങ്ങനെ ഉപേക്ഷിക്കാൻ തനിക്ക് കഴിയും? അടുത്തതായി നമുക്കെല്ലാവർക്കും അറിയാം, മൂന്നാറിൽ ഭൂകമ്പം മൂലം നിരവധി കുടുംബങ്ങൾ ഉറക്കത്തിൽ തന്നെ ജീവൻ നഷ്ടപ്പെട്ടു. ആ സമയത്ത് ചില പ്രദേശങ്ങളിലുണ്ടായ നാശനഷ്ടങ്ങൾ വീണ്ടെടുക്കാൻ കഴിയുന്ന ആളുകൾ
അവിടെയുള്ള ആളുകളെ രക്ഷപ്പെടുത്താൻ കഴിയുന്ന ആളുകൾ, സഹായം ചെയ്യുന്ന ആളുകൾ മറ്റ് ചില പ്രദേശങ്ങളിൽ ചില ആളുകളെ രക്ഷപ്പെടുത്താൻ മാത്രം മടിച്ചു, അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ അവർ വൈകിപ്പിച്ചു. അതെന്താണ് അങ്ങനെ? രണ്ടുപേരും മനുഷ്യർ തന്നെയല്ലേ? സത്യം എന്തെന്നാൽ അവിടെയും ജാതി എന്നത് ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടായിരുന്നു. വേടന് അവിടെയുള്ള ഒരു അസമത്വം മനസ്സിലാകാൻ തുടങ്ങി. ഇത് ഇങ്ങനെ സംഭവിച്ചാൽ അതൊരിക്കലും നല്ലതല്ല എന്ന് വേടൻ സ്വയം ചിന്തിച്ചു. വേടനുള്ളിലെ അത്ഭുതകരമായ പ്രതിഭയിലൂടെ തന്നെ അവൻ പ്രതികാരം വീട്ടാനും തീരുമാനിച്ചു. സത്യം പറഞ്ഞാൽ അത് നമുക്കിവിടെ എടുത്ത് പറയേണ്ടി തന്നെ വരും. ആ ഒരു പ്രതിഭയെ വളർത്തിയെടുത്ത ഈലം അമ്മയ്ക്ക് തീർച്ചയായും അഭിനന്ദനങ്ങൾ നൽകേണ്ടി വരും. തീർച്ചയായും അവർ വേടന് പുലിപ്പാൽ തന്നെയാണ് നൽകിയത്. ആ പുലിക്ക് ജനിച്ച ഈ ഒരു പുലി സാധാരണക്കാരനെ അല്ല. അതവന്റെ വാക്കുകളിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ വാക്കുകൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. കേരളത്തിലാണ് വേടൻ ജനിച്ചതെങ്കിലും നെഞ്ചിൽ അയാൾ പച്ച കുത്തിയിരിക്കുന്ന അക്ഷരം ആ എന്നാണ്. ഈ ആ എന്ന അക്ഷരത്തിന്റെ അർത്ഥം എന്താണെന്ന് ഒരു ഇന്റർവ്യൂ ചോദിച്ചപ്പോൾ അതിന്റെ അർത്ഥവും വേടൻ വിശദീകരിക്കുന്നുണ്ട്. അമ്മ, അച്ഛൻ, സ്നേഹം, ബുദ്ധിശക്തി, രാഷ്ട്രീയം, നിർഭയത്വം. ഇതിലെ നിർഭയം എന്താണ്? ഫിയർലെസ്. എനിക്ക് ഭയമില്ല, ഞാൻ ചെയ്യുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണ്. വേടൻ എന്നതൊരൊറ്റ വ്യക്തിയല്ല, അവനൊരു പ്രതിനിധിയാണെന്ന് വേടൻ തന്നെ അറിയിച്ചു. ജനങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. എന്നെപ്പോലെ ഒരുപാട് പേർ അടിച്ചമർത്തപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഈ അടിച്ചമർത്തൽ എന്ന് പറയുന്നുണ്ടല്ലോ, ജാതി പ്രശ്നമൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ എന്നൊരു പക്ഷെ നിങ്ങൾ ചോദിക്കാം. തീർച്ചയായും അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ജാതിയൊക്കെ ഇല്ലാതായി എന്നൊക്കെ പറയുന്ന ആളുകൾ പോലും സ്വന്തം ജാതിയിലുള്ളവർക്ക് മാത്രമാണ് ജോലി വാഗ്ദാനം നൽകുന്നത്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇവിടെ എല്ലാം സംഭവിക്കുന്നത് ജാതി കൊണ്ടാണ്. അടുത്തത്, രാഷ്ട്രീയത്തിലും സഖ്യത്തിലും ഒക്കെ ജാതി ഗ്രൂപ്പുകൾ നിലനിൽക്കുന്നത് വരെ ജാതീയത ഒരിക്കലും ഇല്ലാതാകില്ല. അടുത്ത്, മതം. വേടൻ ഹിന്ദു മതത്തിനെതിരെ ശക്തമായി നിലകൊള്ളുന്നുണ്ട്. അതിനൊരു കാരണമുണ്ട്. ശശികല എന്ന അധ്യാപിക അവർ പറഞ്ഞത് വേടൻ ഒരു പട്ടികവർഗ അംഗമാണ്. ഈ പട്ടികവർഗക്കാരനും റാപ്പിങ്ങിനും എന്ത് ബന്ധമാണെന്ന് ചോദിച്ചു. രണ്ടിനും യാതൊരു ബന്ധവും ഇല്ല എന്നവർ പറഞ്ഞു. എന്നിട്ട് ആ ഒരു പാട്ടിന് റോയൽറ്റിയും ആവശ്യപ്പെട്ടു. അതായത് ഒരു പാട്ട് പാടണം, റാപ്പ് പാടണം എന്നുണ്ടെങ്കിൽ പോലും ഒരു പ്രത്യേക ജാതിയിൽപ്പെട്ടവരായിരിക്കണം, ഒരു പ്രത്യേക മതത്തിൽപ്പെട്ടവരായിരിക്കണം, ഈ ഒരു അച്ഛനും അമ്മയ്ക്കും ജനിച്ച ഒരാൾ തന്നെ ആയിരിക്കണം. ഇത് തന്നെയല്ലേ ഇവിടെ വലിയൊരു പ്രശ്നം. ജന്മന ആളുകൾ ശ്രേഷ്ഠരെന്നും താഴ്ന്നവരെന്നുമൊക്കെ മുദ്ര കുത്തപ്പെടുന്നുണ്ട്. ഇപ്പൊ വീണ്ടും ചോദിക്കാം, മനുഷ്യർ പരസ്പരം പെരുമാറുന്നത് ഇങ്ങനെയൊക്കെ തന്നെയല്ലേ എന്ന് പലരും അവകാശപ്പെടുമ്പോഴും വേടന്റെ വാക്ക് വളരെ മൂർച്ചയുള്ളതായിരുന്നു. എല്ലാവരും തുല്യരാണ് എന്ന വാചകത്തോട് ഒരുപാട് പേർക്കൊന്നും വിയോജിപ്പില്ല, എന്നാൽ ചിലർക്ക് വിയോജിപ്പുണ്ട്. ആ കുറച്ചാളുകൾ ഉള്ളത് നമുക്കെല്ലാം മുകളിലാണ്. അതുകൊണ്ട് തന്നെ അവരെ എതിർത്ത് നമ്മൾ പോരാടിക്കൊണ്ടിരിക്കണമെന്നാണ് വേടൻ പറയുന്നത്. വേടൻ പാടിയ പാട്ടിലെ ഒരു 4 ലൈൻ അത് ഞാൻ പറയാം. ഞാൻ പാണനല്ല, പറയനല്ല, പുലയനയല്ല, നീ തമ്പുരാനുമല്ല, ആണേൽ ഒരു മയിരുമല്ല, ഇനിയും കാലമില്ല, കാത്തിരിക്കാൻ ആകുകില്ല, പുറത്തു പോകുവാൻ ക്ഷമയൊരു തരി ബാക്കിയില്ല, ഞാൻ പാണനല്ല, പറയനല്ല, പുലയനല്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തമ്പുരാനുമല്ല, നിങ്ങൾ വലിയവൻ, ഞാൻ നിങ്ങൾക്ക് താഴ്ന്ന ജാതി എന്നൊക്കെ പറയുകയാണെങ്കിൽ അങ്ങനെ ഒന്നും തന്നെയല്ല. നമ്മളെല്ലാവരും തുല്യരാണ്. ഈ ഭൂമി എല്ലാവർക്കും വേണ്ടിയുള്ളതെന്നാണ് വേടൻ പറയുന്നത്. ശരി, ഇനി വേടന്റെ വിവാദങ്ങൾ അതെന്താണെന്നറിയാം. 2021 അദ്ദേഹം വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന പേരിൽ സ്വതന്ത്രമായ ഒരു ട്രാക്ക് യൂട്യൂബിൽ പുറത്തിറക്കി. അദ്ദേഹത്തിന്റെ ആദ്യ വീഡിയോ എന്ന നിലയിൽ തന്നെയായിരുന്നു അത്. ഇതിനു മുൻപ് അദ്ദേഹം ഒരുപാട് പാടിയിരിക്കാനും സാധ്യതയുണ്ട്. വോയിസ് ഓഫ് വോയിസ്ലെസ് അതിന്റെ വരികൾ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അദ്ദേഹം എഴുതിയ വരികൾ കേൾക്കുമ്പോൾ വായിക്കുമ്പോൾ തീർച്ചയായും നമുക്കൊക്കെ രോമാഞ്ചം വന്നു പോകും. ആ വാക്കുകൾ: രാത്രി പകലാക്കി പണിയെടുത്ത് നടുവൊടിഞ്ഞു, ചോര നീരാക്കി ആ നീര് മുഴുവനും വറ്റി, നാട് നഗരമാക്കി, കൂട് കൂടാരമാക്കി, മണ്ണ് പൊന്നാക്കി, പൊന്ന് നിനക്കന്യമാക്കി. ഇതാണ് അദ്ദേഹം പറയുന്നത്. നീ കൊയ്തെടുത്ത സ്വർണം ഒരു കൂട്ടർ നിന്നിൽ നിന്നും തന്നെ വളരെ അകലേക്ക് എടുത്തുകൊണ്ടുപോയി. വേദൻ പ്രയത്നിച്ചത് നീ, സൃഷ്ടിച്ചതും നീ. പക്ഷെ നിന്നിൽ നിന്നും അത് തട്ടിയെടുത്ത ആളുകൾ ഇപ്പോൾ അത് അവരുടേതാണെന്ന് അവകാശപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ആ പൊന്ന് കേട്ടവൻ പിടഞ്ഞു വീണ് ചോര തുപ്പി, നീതി കേട്ടവൻ ഇരുട്ടറയിൽ തല തപ്പി. ഇതിനർത്ഥം നീതിക്കായി ആവശ്യപ്പെട്ടവന്റെ തല ഇരുട്ടത്ത് വെട്ടി മാറ്റിയെന്നാണ്. ഈ സ്വർണത്തെയും നീതിയെയും കുറിച്ചൊക്കെ അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. കണ്ണിൽ കാണാത്ത ജാതി മത വേർപാട് യുഗങ്ങളായി തുടങ്ങി ഇനിയും എന്നെ വേട്ടയാടും. 2000 വർഷങ്ങളായി തുടങ്ങിയ ഇത് ഇപ്പോഴും എന്നെ വേട്ടയാടുന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത്.
അടങ്ങി നിൽക്കുവാൻ അയ്യോ ഞാൻ പെട്ട പാട്, എൻ്റെ മുതുകിൽ നിന്റെ വഞ്ചനയാൽ ഏറ്റ പാട്. ഇങ്ങനെ അടങ്ങി നിൽക്കുമ്പോഴും ഒതുക്കപ്പെടുമ്പോഴും എല്ലാം വീണ്ടും വഞ്ചനകളാൽ മുതുകിൽ തന്നെ കുത്തുകയാണ്. അത് കാരണം വല്ലാത്ത വേദനയും പാടുകളും ഉണ്ടാകുന്നുണ്ട്. എനിക്ക് വേണ്ടതല്ല, ഞങ്ങൾക്ക് വേണ്ടത് നീ തരാൻ മടിച്ച് ഞങ്ങൾ ഏറെ കൊതിച്ചു. ഇതിനാ എത്ര പേർ മരിച്ചു, കണ്ട് നീ ചിരിച്ച്. അങ്ങനെ മരിച്ചവരെ പോലും നീ നോക്കി ചിരിക്കുകയായിരുന്നു. ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അസമത്വമുണ്ട്. ഒരുപാട് മനുഷ്യർ ഇതിലൂടെ വീഴ്ത്തപ്പെടുകയാണ്. സത്യത്തിൽ അധികാരമുള്ള ആളുകൾ ഇങ്ങനെയുള്ള ജനങ്ങളെ കാലിന് കീഴിലിട്ട് ചവിട്ടി അരയ്ക്കുകയാണ്. മറ്റൊന്നുമല്ല, ഉദാഹരണം തന്നെ പറയാം. നമ്മുടെ ഗ്രാമങ്ങളിലൊക്കെ ഈ കടൽ തീരത്തിലുള്ള കുടിലുകളൊക്കെ നശിപ്പിക്കും. എന്നാൽ ജലാശയത്തിന് നടുവിലുള്ള കെട്ടിടങ്ങളെയോ വലിയ 5 സ്റ്റാർ ഹോട്ടലുകളെയോ ഒന്നും അവർ തൊടില്ല, നശിപ്പിക്കില്ല. ഇത് സംഭവിക്കുന്നുണ്ടല്ലോ. ഇവിടെ വിവേചനം ഉണ്ടോ ഇല്ലയോ? ഇത് വെറും വംശീയത മാത്രമല്ല, അവിടെ പണമുണ്ട്, അധികാരമുണ്ട്, രാഷ്ട്രീയ വിവേചനമുണ്ട്. ഒരു പ്രത്യേക പാർട്ടിയിൽപ്പെട്ട ഒരാൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇതെല്ലാം വിവേചനമാണ്. ഇതിനെതിരെ ഒരാൾ നിലകൊള്ളുകയാണെങ്കിൽ അയാൾക്ക് എത്രത്തോളം സമ്മർദ്ദം ഉണ്ടാകും. ആ സമ്മർദ്ദമായിരുന്നു വേടൻ അനുഭവിച്ചത്. പക്ഷെ ഈ വേടന് വേണ്ടി കേരളത്തിലെ ജനങ്ങൾ കൂടുന്ന ഒരു കാഴ്ച, അതിശയിപ്പിക്കുന്ന ഒരു ജനക്കൂട്ടം, അതും പ്രത്യേകിച്ച് ഇപ്പോൾ വേടൻ ലഭിച്ചിരിക്കുന്ന ഒരു വലിയ പ്രശസ്തി, അതും വീണ്ടും അയാൾ വലിയ ഉയരങ്ങളിലേക്ക് തന്നെ കൊണ്ടുപോകും. അങ്ങനെയുള്ള വേടനെ 6 ഗ്രാം മയക്കുമരുന്ന് ഉപയോഗിച്ചതിൻ്റെ പേരിൽ ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്യുന്നു. അയാളെയും 8 സുഹൃത്തുക്കളെയും. അന്ന് തന്നെ സെൽഫ് ജാമ്യം എടുക്കുകയും ചെയ്തു. 6 ഗ്രാം എന്നത് വളരെ ചെറുതാണ്. പക്ഷേ അതിന് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ്, എന്നെ കണ്ട് ഒരുപാട് പേർ ഇൻഫ്ലുവൻസ് ആകുന്നുണ്ട്. എന്നാൽ ഇവിടെ വേടനെ കണ്ട് ആരും ഇൻഫ്ലുവൻസ് ആകാൻ പാടില്ല. വേടന് ഒരുപാട് ദുശീലങ്ങളുണ്ട്, അത് നിങ്ങൾ ഇൻഫ്ലുവൻസ് ആകരുത്. വേടന് വഴികാട്ടാൻ ആരും ഉണ്ടായിരുന്നില്ല. ഇത് കാരണം ഞാൻ ഒരുപാട് ബാധിക്കപ്പെട്ടു. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇതിനാരും പിന്തുടരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതുപോലെ തന്നെ ഈ മീറ്റു മൂവ്മെന്റ് ഒക്കെ സംഭവിച്ചപ്പോൾ വേടൻ ഞങ്ങളോട് തെറ്റായി പെരുമാറി, മോശമായി ഞങ്ങളോട് പെരുമാറി, ഉപയോഗിച്ചു എന്നൊക്കെ പറഞ്ഞ് 2 പെൺകുട്ടികൾ കംപ്ലൈന്റ് കൊടുത്തിരുന്നു. ആ സമയത്തും വേടൻ പറഞ്ഞത് അതെ ഞാൻ ചെയ്ത തെറ്റ് തന്നെയാണ്, ഇങ്ങനെ പരസ്യമായി അംഗീകരിച്ചു. പക്ഷേ ആ പെൺകുട്ടികളോട് വ്യക്തിപരമായി ക്ഷമ ചോദിച്ചിട്ടില്ല. ഇതും ഇന്നും നിലനിൽക്കുന്ന മറ്റൊരു വിവാദമാണ്. 3ാമത്തെ വിവാദം അദ്ദേഹത്തിൻ്റെ ലോക്കറ്റാണ്. ഒരു പുലിപ്പല്ല് കൊണ്ടുള്ള ഡോളർ ധരിച്ചിരുന്നു. അതിനായി വനം വകുപ്പ് ഒരു അന്വേഷണം ആരംഭിച്ചു. പക്ഷെ വേടൻ പറഞ്ഞത് ഇതെനിക്ക് സമ്മാനമായി ലഭിച്ചതാണ്, ഇത് എന്താണെന്നൊന്നും എനിക്കറിയില്ല, നിങ്ങൾ തന്നെ പരിശോധിക്കുക എന്നാവശ്യപ്പെടുകയും ചെയ്തു. ആ ഒരു കേസിലും ജാമ്യം ലഭിച്ചു. പിന്നീട് കേരളത്തിൽ ഇതൊരു രാഷ്ട്രീയമായി തന്നെ മാറി. CPIM നടത്തുന്ന നിരവധി പരിപാടികളിൽ വേടനെ ക്ഷണിക്കുന്നു. CPIMന്റെ 4 വർഷത്തെ ഭരണം അതെങ്ങനെയായിരുന്നു എന്നുള്ളതിന്റെ തെളിവെന്നൊക്കെ പറഞ്ഞ് വേടനെ കാണിക്കുന്നുണ്ട്. ആ വേദിയിലും വേടൻ സംസാരിക്കുന്നുണ്ട്. ഞാൻ ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയും സംസാരിക്കാനല്ല ഞാൻ വന്നത്. എനിക്കിഷ്ടമുള്ള ആളുകൾ ഒരു സർക്കാരിനെ രൂപീകരിച്ചു. ആ സർക്കാർ വിളിച്ചത് കൊണ്ടാണ് ഞാൻ വന്നത്. അപ്പോൾ ഒരു സർക്കാർ എന്നെ വിളിച്ചു, അത് കാരണം ഞാൻ വന്നു. അതല്ലാതെ വേടൻ ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെയും നിൽക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. രാഷ്ട്രീയത്തിന് പിന്നിൽ ഞാൻ ഒരിക്കലും പോവുകയില്ല എന്നും പറഞ്ഞു. ഈ സമയത്താണ് ശശികല അധ്യാപിക വേടനെ കുറിച്ചൊരു കാര്യം പറഞ്ഞത്. അവനും റാപ്പിനും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്ന്. അങ്ങനെയാണെങ്കിൽ റാപ്പിന് വേണ്ടി പ്രത്യേകം ആളുകൾ ജനിക്കണം, പ്രത്യേക ജാതിയിൽ ജനിക്കണം, പ്രത്യേക രീതിയിലായിരിക്കണം, ഇന്ന അച്ഛനും അമ്മയിൽ നിന്ന് മാത്രമേ ജനിക്കാവൂ, അങ്ങനെയാണെങ്കിൽ മാത്രമേ റാപ്പ് പാടാൻ പാടുള്ളൂ, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രമേ ഒരു റാപ്പ് സിംഗർ ആകാൻ പറ്റൂ എന്ന ആശയമാണ് ഉള്ളതെങ്കിൽ ഇപ്പോഴും നമ്മൾ ഈ ജാതി മതം എന്ന രീതിയിൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണല്ലോ എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഇതേ ചോദ്യം വേടനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ശശികല ഏത് വേദിയിലാണ് സംസാരിച്ചത്? RSS. അതൊരു ശുദ്ധ ഹിന്ദുവാണ്. ഹിന്ദുവിനും സ്വാതന്ത്ര്യത്തിനും ഏതൊരു ബന്ധവും ഇല്ല. അങ്ങനെയാണെങ്കിൽ ഈ സ്വാതന്ത്ര്യത്തിന് തങ്ങളാണ് ഉത്തരവാദികൾ എന്ന് അവർ പറയുമ്പോൾ അതെങ്ങനെയാണ് അംഗീകരിക്കാൻ കഴിയുക? അങ്ങനെ ചെയ്യാൻ കഴിയില്ല എന്നും വേടൻ പറഞ്ഞു. ഇരട്ട നീതി നിലവിലുണ്ടോ എന്ന ചോദ്യത്തിന് വേടൻ പറയുന്ന മറുപടി അതെ ഉണ്ട്. ഉയർന്ന അധികാരമുള്ളവർക്ക്, ഉയർന്ന ജാതിയിൽപ്പെട്ടവർക്ക്, ഉയർന്ന സാമൂഹിക സാമ്പത്തിക പദവിയിലുള്ള ഒരാൾക്ക് സമൂഹത്തിൽ വളരെ പെട്ടെന്ന് നല്ല നീതികൾ ലഭിക്കുന്നുണ്ട്. ഈ സമൂഹത്തിൽ പിന്നോക്ക വിഭാഗങ്ങൾക്കുള്ള നീതിയും വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ ഈ ഇരട്ട നീതി സത്യത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴും ഉണ്ടെന്ന് തന്നെയാണ് പറഞ്ഞത്. ചോറ് കഴിക്കുന്ന എല്ലാവർക്കും അതറിയാമെന്നും അദ്ദേഹം പറഞ്ഞു. ഇങ്ങനെ തങ്ങളെപ്പോലുള്ളവരെ അടിച്ച് താഴ്ത്തുന്നവർക്ക് നേരെ തൻ്റെ കലാരൂപത്തിലൂടെ വേട്ടയാടുന്ന വേടനെ തന്നെ താഴെ ഇറക്കാനും വേട്ടയാടാനും കാത്തിരിക്കുന്ന ഒരു കൂട്ടമുണ്ട്.
അവരേത് ഗ്രൂപ്പായിരിക്കും? ജാതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘം, മതപരമായി വിവേചനത്തിൽ പ്രവർത്തിക്കുന്ന മറ്റൊന്ന്, ചർമ്മത്തിന് നിറത്തിന്റെ അടിസ്ഥാനത്തിൽ വിവേചനം കാണിക്കുന്ന മറ്റൊരു വിഭാഗം. ഇത്രയും കറുത്ത നിറമുള്ള ഒരാൾക്ക് എങ്ങനെയാണ് ഇത്രയും വലിയൊരു താരമാകാൻ കഴിയുക? ഇവരൊക്കെ സ്വതന്ത്രമായ ഒരു ഗായകരായാൽ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ ചിന്തിക്കുന്നവർ സത്യത്തിൽ ഇതിന് പിന്നിൽ ഒരു വലിയ മാഫിയ തന്നെയുണ്ട്. ഇവർക്കെല്ലാം വേടൻ കാരണം ഇപ്പോൾ ഒരു വലിയ ഭയം തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ വേടനെ കുഴപ്പത്തിലാക്കാൻ, അകപ്പെടുത്താൻ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇടയിലൂടെ സംഭവിക്കുന്നുണ്ട്. ഇങ്ങനെ വേടൻ തന്നെ പറയുന്നുണ്ട്, ശരി, വേടൻ തെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ട്, സിഗരറ്റ് വലിക്കുന്നുണ്ട്, മദ്യപിക്കുന്നുണ്ട്, സ്ത്രീകളോട് മോശമായി വരെ പെരുമാറിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തെറ്റ് തന്നെയല്ലേ, മോശമായ പ്രവൃത്തി തന്നെയല്ലേ, ഇതൊക്കെ നല്ലൊരു ഉദാഹരണമല്ലല്ലോ എന്ന് നിങ്ങൾക്ക് ചോദിക്കാം. അതെ, ഇവയെല്ലാം തെറ്റു തന്നെയാണ്. എന്നാൽ വേടൻ എന്നു പേരുള്ള ആ ഒരു വ്യക്തി, അദ്ദേഹം പറഞ്ഞത്, ഈ തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഈ തെറ്റുകൾ സംഭവിക്കാതെ ഞാൻ ഇനി ശ്രദ്ധിച്ചോളാം, ഇതിൽ നിന്ന് ഞാൻ പുറത്തേക്ക് വരും, നിങ്ങൾ എന്നെ അങ്ങനെ ഫോളോ ചെയ്യാൻ പാടില്ല, ഇതൊക്കെ വിട്ടിട്ട് നല്ല കാര്യങ്ങൾ മാത്രം സ്വീകരിക്കണം എന്നും അയാൾ ആവശ്യപ്പെട്ടു. ആ ഒരു ധൈര്യം, ആ ഒരു മനസ്സ്, അങ്ങനെയുള്ള വാക്കുകൾ, അതാണ് ഒരു വ്യക്തിക്ക് വേണ്ടത്, നല്ലൊരു വ്യക്തിത്വം. ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ മുഖത്ത് നോക്കി നിങ്ങൾ ജാതി നോക്കിയാൽ ഇതൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചാൽ അവർ പറയുന്നത് എനിക്കും ജാതിക്കും യാതൊരു ബന്ധവും ഇല്ല എന്ന്. പക്ഷെ പിന്നിൽ നിന്ന് അവർ കുത്തുകയും ചെയ്യും. ഇതുപോലെ നിരവധി രാഷ്ട്രീയക്കാരുണ്ട്. നീ മദ്യം കഴിക്കുമല്ലോ എന്ന് ചോദിക്കുമ്പോൾ നിഷേധിക്കുന്ന പലരുണ്ട്. എന്നാൽ അടുത്ത ചില മണിക്കൂറുകൾക്ക് ശേഷം മദ്യലഹരിയിലായിരിക്കും അവർ. എത്രയോ ആളുകൾ സ്ത്രീകളെ പുകഴ്ത്തി സംസാരിക്കുന്നുണ്ട്. എന്നാൽ അടുത്ത നിമിഷം തന്നെ ആരും കാണാതെ ഇതേ സ്ത്രീകൾക്ക് മയക്കുമരുന്ന് കൊടുക്കുന്നതും മദ്യം കൊടുക്കുന്നതും അവരോട് തന്നെ തെറ്റായി പെരുമാറുന്ന ഒരുപാട് പേരുണ്ട്. എന്നാൽ തെറ്റ് അത് തെറ്റാണെന്ന് അംഗീകരിക്കുക. ഞാനത് മാറ്റാൻ ആഗ്രഹിക്കുന്നുണ്ട്, മാറും. എനിക്ക് ശരിയും തെറ്റും പഠിപ്പിക്കാൻ ആരും തന്നെ ഇല്ലായിരുന്നു. ഇങ്ങനെ പറയുന്ന ഒരാൾക്കും മേൽപ്പറഞ്ഞ രാഷ്ട്രീയക്കാർക്കും ഒരുപാട് വ്യത്യാസമുണ്ട്. എന്നാൽ അതിനുവേണ്ടി വേടൻ ചെയ്ത തെറ്റുകളെ ഞാനിവിടെ ന്യായീകരിക്കുകയല്ല ചെയ്യുന്നത്. ഇവിടെ വേടൻ എന്ന വ്യക്തിയുടെ സ്വകാര്യ ജീവിതത്തെ മാറ്റി നിർത്തി ആ വ്യക്തിക്കുള്ളിലെ കലാരൂപത്തെ മാത്രം നോക്കാം. അദ്ദേഹം എഴുതുന്ന പാട്ട്, ആ പാട്ടിലെ വരികൾ, ഇതൊക്കെ ഇവിടെയുള്ള രാഷ്ട്രീയക്കാരുടെയും വലിയ വലിയ മാഫിയ ഗാങ്ങിന്റെയും ഉറക്കം തന്നെ കെടുത്തിക്കളയും. സത്യം പറഞ്ഞാൽ വേടൻ ഇതിനെക്കുറിച്ച് മാത്രമല്ല സംസാരിച്ചത്. സോവിയറ്റ് യൂണിയൻ റഷ്യയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്, ഉത്തര കൊറിയയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്, സിറിയയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്, ലിബിയയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ആസാമിലെ കടൽ തീരത്ത് മരിച്ചനിൽ കണ്ടെത്തിയ ഒരു ചെറിയ കുട്ടി, ആ കുട്ടിയെക്കുറിച്ച് അയാൾ സംസാരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കും വേടനെക്കുറിച്ച് ഒരുപാട് സംസാരിക്കേണ്ടതുണ്ട്. വേടൻ എന്ന വ്യക്തിയെക്കുറിച്ചോ അയാളുടെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ചോ അല്ല, അയാളിൽ നിന്നും പുറത്തേക്ക് വരുന്ന കവിതകൾ, അതിലെ വരികൾ, ആ വരികൾക്കുള്ളിലെ സത്യത്തെക്കുറിച്ചാണ് നമുക്ക് കൂടുതൽ സംസാരിക്കേണ്ടത്. വീണ്ടും വേടന്റെ ഒരു രണ്ടാം ഭാഗം നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിലും കൂടുതൽ ആ ഒരു ഭാഗത്തിൽ നമുക്ക് അറിയാൻ സാധിക്കും. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയ സംഭവങ്ങളെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ വിക്യൂസ് മലയാളം എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഞാൻ പാണനല്ല, പറയനല്ല, പുലയനല്ല, നീ തമ്പുരാനുമല്ല, ആണേലൊരു മയിരുമില്ല.